വെൽക്കം ടു മൈ ചാനൽ. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണു സുധി എന്ന വ്യക്തിയെ എല്ലാവരും തിരിച്ചറിയുന്നത് സുധി എന്ന കലാകാരൻ മരണപ്പെട്ടതിന് ശേഷമാണ്. എന്നാൽ ആ മരണത്തോടുകൂടി രേണു അവർക്കും അവരുടെ മക്കൾക്കും ജീവിക്കാൻ വേണ്ടി കലാരംഗത്ത് ഇറങ്ങി. അത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും കൂടി അവരെ സോഷ്യൽ മീഡിയയിൽ കൂടി ജനങ്ങളിലേക്ക് എത്തിച്ചു. ജനങ്ങൾ ഇവരുടെ ബയോഡേറ്റ ഒന്നും അന്വേഷിക്കുന്നില്ല. പബ്ലിക്കിൽ വരുന്ന വീഡിയോസ് മോശമാണെങ്കിൽ മോശം അഭിപ്രായം കാണുന്ന ജനങ്ങൾ പറയുന്നു, കൊള്ളാമെങ്കിൽ കൈയടിക്കും. ജനങ്ങളെ പറ്റിക്കാൻ ആർക്കും സാധിക്കില്ല. പക്ഷേ അടുത്തിടെ നടന്ന ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനലിൽ രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ അടുത്തിടെ വന്നിരുന്നു. ഷാരിക എന്നായിരുന്നു ഇൻ്റർവ്യൂ നടത്തിയ ആളിൻ്റെ പേര്. അപ്പോൾ അത് വളരെയധികം സമൂഹ മാധ്യമങ്ങളിൽ കോൺട്രവേഴ്സി ആയിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുമ്പോഴേക്കും ഒരു പരിധിവരെയെങ്കിലും സത്യാവസ്ഥ നിലനിർത്തി പോകുന്നതാണ് മാന്യത. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയും. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, നമ്മൾ സംസാരിച്ചു വരുന്ന വിഷയം രേണുവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ രേണുവിൻ്റെ കൂടെ മറ്റൊരാളും കൂടി എയറിൽ പോയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ രേണുവിനെ ഇൻ്റർവ്യൂ ചെയ്ത ഷാരികയാണ് ഇത്. പല ആങ്കേഴ്സും പല രീതിയിലാണ് അവരുടെ ഇൻ്റർവ്യൂസ് വന്നിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ചിലർ ചിരിച്ച് കൊഞ്ചിക്കൊഴിഞ്ഞൊക്കെ സംസാരിക്കും, അത് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. ചിലർ വളരെ സീരിയസ് ആയും ബോൾഡായും ഒക്കെയും ചെയ്യാറുണ്ട്. ഷാരിക എന്ന് പറയുന്ന ആ വ്യക്തി അവർ വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടി അവരുടെ വ്യൂവർഷിപ്പ് കൂട്ടാനായിട്ട് ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് മറുപടിയായി അവരുടെ ചാനലിൽ അവർ ചില കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നോക്കാം. അവര് റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക. ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകളിൽ, എന്റെ ന്യൂസ് ചാനലുകളിൽ എല്ലായ്പ്പോഴും എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ പോലെ അവരെ എല്ലായ്പ്പോഴും ഞാൻ പുകഴ്ത്തിയെന്നല്ല, അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. ഞാനും രേണു സുധിയും ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ തമ്മിൽ ശത്രുതയൊന്നുമില്ല. രേണു സുധിയെ തെറി പറയാത്ത 1,00,000 പേരിൽ തെറി പറയാത്ത ആൾക്കാരിൽ 1% ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. സോ അങ്ങനെ ഇരിക്കുകയാണ് രേണു സുധിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ അവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു, ഇത് ശരിയാവും, കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഷാരിക്ക് അറിയാലോ ഇതിന്റെ ഷോ എന്താണെന്ന്, രേണു സുധി വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു. അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു. അരഗന്റ് ആയിട്ട് തന്നെ ചോദിക്കണം, ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കാൻ താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണു സുധി മൈൽ സ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും, ഇതിലാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണു സുധി അറിയിച്ചിരുന്നു. ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നതും. വളരെ സന്തോഷകരമായിട്ട് കൈ കൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ രേണു സുധിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡും ഒക്കെ വെരി വെരി ഹാപ്പിയാണ്. ബിക്കോസ് ഞങ്ങൾ വളരെ അതിനു മുമ്പ് ചിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾ കൊടുക്കും, അതേ ഡ്രസ് ഇട്ട് തന്നെ കേട്ടോ. രേണു നിങ്ങൾ പറയാൻ വേണമെങ്കിൽ എന്തായാലും രേണു സുധിയും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ്. ഇത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാം. ഈ ഓൺലൈൻ മീഡിയയും അതോടൊപ്പം ഈ അവതാരികയെ വിട്ട മേലാളന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിനിധികളും ഒക്കെ ഒന്ന് നോക്കിയാൽ കൊള്ളായിരിക്കും. കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് എന്ത് വൃത്തികേടുകളും ചോദിക്കാമെന്ന ലെവലിലേക്ക് ഓൺലൈൻ മീഡിയ തരംതാണ് പോകുന്നത്. അല്ലെങ്കിൽ തന്നെ കുറേയധികം പേരുദോഷങ്ങളുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെ വെൽ പ്ലാൻഡ് ആയ സംഭവങ്ങളാണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലേ, ഈ ഇൻ്റർവ്യൂവിൽ നിന്നും ദേഷ്യമൊക്കെ അഭിനയിച്ചിട്ട് ചിലർ വാക്കൗട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ. ഇനി ഞാൻ ഇതിന് നിന്ന് തരുന്നില്ല, നിങ്ങൾ വളരെയധികം മോശപ്പെട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പാതിയിൽ വെച്ച് ഇറങ്ങിപ്പോകുന്നതൊക്കെ അഭിനയിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ മാപ്പൊക്കെ ചോദിച്ചിട്ട് തിരിച്ച് ഇവർ വന്ന് കയറി ബാക്കി ഇൻ്റർവ്യൂ തുടരും. അങ്ങനെ തുടരുന്ന കേസുകളുണ്ട്. തുടരാതെ വിട്ട് പോയ പോലെ നാടകം സൃഷ്ടിച്ച ഇൻ്റർവ്യൂസും അങ്ങനെ പല രീതിയിലും എല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഇതൊക്കെ
വന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. 50 ലക്ഷം പേരാണ് 3 ദിവസത്തിനുള്ളിൽ അത് കണ്ടത്. അത് ഏതാണ്ട് ഇനി 1 മില്യൺ അടിക്കും, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതിൽ 7000 പേരാണ് എന്നെ തെറി വിളിച്ചിരിക്കുന്നത്. കഥ അറിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ, ആ പൊട്ടന്മാരാണ് ഈ 7000 പേരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു ചുക്കും സംഭവിക്കും. ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോഴേക്കും അതിൽ ഒരു ഇഷ്ടമില്ലാത്ത ചോദ്യമൊക്കെ വന്നാൽ ഇത് വേണ്ട, ഇത് കട്ട് ചെയ്യണമെന്നോ ഈ ഭാഗം അപ്ലോഡ് ചെയ്യരുതോ എന്നൊക്കെ പറയാൻ ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്താൽ കോമൺ സെൻസ് ഉള്ളവർക്ക് ഉടനെ തന്നെ ഇത് മനസ്സിലാകും ഇതൊക്കെ ഒരു പറ്റിപ്പ് പരിപാടിയാണെന്ന്. പക്ഷേ ശാരികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു പരിധി അല്ലെങ്കിൽ പരിമിതി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ നല്ല കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല റീച്ച് കിട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നവർ യഥാർത്ഥത്തിൽ വിഡ്ഢികളാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മോശമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും അതും രേണു അനുവാദം കൊടുത്തിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും ഇത് രേണു കൂടി സമ്മതിച്ചിട്ടാണ് ഇങ്ങനെ അവർ ഇൻ്റർവ്യൂ നടത്തിയതെന്ന് ധാരാളം കാര്യങ്ങൾ അവർ അവരുടെ വീഡിയോയിലും പറയുന്നുണ്ട്. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരു കൂട്ടു ബിസിനസ് പോലെ തന്നെയാണ്. ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി ജനങ്ങളെ കാണിക്കുന്നത് എന്ത് പറയാനാണ്? ഇത് പ്ലാൻഡ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് തീർച്ചയായിട്ടും രേണുവിന് ഇതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കിട്ടിക്കാണുമെന്നും ഇപ്പോൾ എല്ലാവർക്കും അറിയാം. രേണുവിനെ വെച്ച് കാശുണ്ടാക്കുക എന്നതാണ് ഇവരുടെയൊക്കെ നിലപാട് എന്നുള്ളത് അറിയാം. മലയാളി പ്രേക്ഷകർ നിലവാരമില്ലാത്തവരാണ്, മണ്ടന്മാരാണ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇനിയും ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് സമ്മതിച്ചപ്പോൾ തന്നെ ഒരു പക്ഷേ രേണു ഇത്രയൊക്കെ പ്രതീക്ഷിച്ച് കാണുമോ എന്നുള്ളൊരു സംശയവുമുണ്ട്. കാരണം ഇതൊരു ഹോട്ട് സീറ്റ് പരിപാടിയാണെന്ന് പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഇനി ആൾക്കാരുടെ തെറിവിളി കൂടുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഈ ബിഗ് ബോസിൻ്റെ സമയത്തും ഇന്ദുവിനോട് പുള്ളിക്കാരിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. മാത്രവുമല്ല എന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഡിബേറ്റ് കൊണ്ടിറങ്ങുമായിരുന്നു ആ കാലഘട്ടത്ത്. അന്നും ഈ പുള്ളിക്കാരി ജാസ്മിനെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ജിൻഡോ വന്നിട്ട് കപ്പ അടിച്ചപ്പോൾ പുള്ളിക്കാരി അങ്ങ് മലക്കം മറിയുകയാണ് ചെയ്തത്. അന്ന് ട്രോളായ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് അവസാനിപ്പിക്കാം. കട്ട ഫാനായി മാറിയിരിക്കാൻ. അതെ, അപ്പൊ ചീറ്റപ്പുലിയായിട്ട് മാറിയ ഒരു വ്യക്തി ഞങ്ങളുടെയൊക്കെ ഇൻസ്പിറേഷൻ ആണ്. സോ വെൽക്കം. പേഴ്സണൽ ഫേവറേറ്റ്സ് പലരും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഇപ്പൊ സായിപ്പിനെ കണ്ടപ്പോ സായിപ്പിനെ കണ്ട കവതോ ഇങ്ങനൊന്നും പറയാൻ പാടില്ല. കുറച്ച് വീഡിയോ കാണിക്കട്ടെ. കാണിക്കൂ ധൈര്യമായിട്ട് കാണിക്കും. എന്ത് കാണിച്ചിട്ടാണ് ആ ഭീമസേനോട് എല്ലാം കാണിച്ചിരിക്കും. ഒന്നും ചെയ്യുന്നില്ല. വെട്ടി ജയിച്ച് ജിൻഡോടെ പ്രസംഗത്തെ വലിയ എന്താണ് സുഭാഷിതം എന്ന രീതിയിലാണല്ലോ ആൾക്കാർ പറയുന്നത്. അയാൾ ഭയങ്കര മോട്ടിവേഷൻ ആണ്. ഈ നാഴിക്ക് 40 വട്ടം ജാസ്മിൻ ജാസ്മിൻ പറഞ്ഞ എപ്പോ മുതലാണ് ഈ അല്ല അത് ഞാൻ മാറി തുടങ്ങിയത്? അല്ല അതെല്ലേ, എവിടെയൊക്കെ വാക്കുകളില്ല. ഒരു ടിഷ്യൂ തരട്ടെ. ഇതുകൂടി കാണുമ്പോൾ പുള്ളിക്കാരിയുടെ നിലപാട് എന്താണ്, അവരുടെ നിലവാരം എന്താണ്, അവർ എന്ത് നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾക്കൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇത് പുള്ളിക്കാരി തന്നെ പുള്ളിക്കാരിയുടെ പല ഇൻ്റർവ്യൂവിൽ നിന്നും എന്ത് നിലപാടാണ് പുള്ളിക്കാരി സ്വീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും സംഭവം എന്താണ് ഇവിടെ നടന്നു എന്നുള്ളത്. അപ്പോൾ ഈ സംഭവം അറിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ചിട്ട് എന്താ അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് അടുത്ത് ഉടനെ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.